Meet the editors. പോലീസ് ഉദ്യോഗസ്ഥരോട് കയർത്ത് കല്യാശ്ശേരി എം.എൽ.എ. എം. വിജിൻ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ നഴ്സുമാരുടെ സമരത്തിനിടെയായിരുന്നു സംഭവം. സിവിൽ സ്റ്റേഷൻ വളപ്പിൽ സമരം നടത്തുന്നത് സംബന്ധിച്ച തർക്കമാണ് എം.എൽ.എയും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടാക്കിയത്. സുരേഷ് ഗോപി കളിക്കണ്ട എന്നും എസ്.ഐക്ക് എം.എൽ.എ. താക്കീത് നൽകി. പോലീസിന്റെ മോശം പെരുമാറ്റമാണ് തർക്കത്തിലേക്ക് എത്തിച്ചതെന്നാണ് വിജിൻ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്. കേരളത്തിലെ പോലീസാ, പിണറായി വിജയന്റെ പോലീസാ. ഇയാളെ പോലെ ആളാണ് മോശം ഉണ്ടാക്കുന്നത്. വീട്ടിൽ മാറാൻ നോക്കല്ലേ? ഇയാളെ സ്റ്റൈലിൽ വല്ല കളിക്കേണ്ട കാര്യമുണ്ടോ? എസ് ഐ എന്ന നിങ്ങളുടെ വീഴ്ചയാണ്, സബ് ഇൻസ്പെക്ടർ എന്ന നിങ്ങളുടെ വീഴ്ചയാണ്. എസ് ഐയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ്. നിങ്ങളുടെ വീഴ്ച ഞങ്ങളെ അടിച്ചേൽപ്പിക്കണ്ട. പോര് പോലീസിനോടോ എന്നാണ് ചോദ്യം. സുജയ, ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. കുറെ നേരം ആ ദൃശ്യങ്ങൾ, ആ സംഘർഷം അങ്ങനെ തുടർന്നു. എന്താണ് കണ്ടിട്ട് തോന്നിയത്? പോലീസിന്റെ നേരെ കിട്ടുകയറിയാണോ അതോ എം.എൽ.എയോട് പോലീസ് മോശമായി പെരുമാറി? ആ ദൃശ്യങ്ങൾ പല ആംഗിളിലുള്ളത്, അതായത് നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞത്, അതുപോലെ തന്നെ മറ്റ് ദൃശ്യങ്ങൾ, അതെല്ലാം നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ കൃത്യമായി എം.എൽ.എ. തട്ടിക്കയറുന്നത് വ്യക്തമാണ്. പോലീസിനോട് അങ്ങോട്ട് ചെല്ലുന്നു, പോലീസ് കുറച്ച് പിന്നിലേക്ക് പോകുന്നതും കാണാം. പിന്നീടാണ് ഈ സറൗണ്ടിങ് ദൃശ്യങ്ങൾ, അതായത് എം വിജനും പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്ന ദൃശ്യങ്ങൾ, ഒരു സറൗണ്ടിങ്, അവർ ചുറ്റും നടക്കുന്നത് പോലെയുള്ള ദൃശ്യങ്ങളും നമ്മൾ കാണുന്നത്. ഇതിൽ സിവിൽ സ്റ്റേഷനിൽ നഴ്സുമാരുടെ സംഘടനയുടെ സമരമാണ് കണ്ണൂരിൽ നടന്നത്. അവിടെ ഈ കല്യാശ്ശേരി എം.എൽ.എ. എം വിജിനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയത്. അപ്പോൾ ഈ സിവിൽ സ്റ്റേഷന്റെ വളപ്പിലേക്ക് അകത്തേക്ക് സമരക്കാർ കടന്നു. ആ അകത്തേക്ക് കടന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞതാണ് വിജിനെ പ്രകോപിപ്പിച്ച കാര്യം. അതിനുശേഷമാണ് അവിടെ നമ്മൾ കാണുന്ന ആ ഒരു ഡ്രമാറ്റിക് സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അവിടെ എം വിജിൻ ചോദിക്കുന്നത്, തട്ടിക്കയറുന്ന ആ ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂർച്ചയുള്ള ചോദ്യങ്ങളാണ്. ഇയാളെ ആരാ പോലീസിലെടുത്തെ? സുരേഷ് ഗോപി സ്റ്റൈലൊക്കെ കാണിക്കാൻ ഇയാളൊക്കെ എവിടുന്ന എസ്.ഐ ആയത്? ഇതൊക്കെയാണ് ചോദ്യങ്ങളുടെ ഒരു ശൈലി. പോലീസിന് അപമാനം ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ പോലീസിനെ അങ്ങ് ബോധവൽക്കരിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് അവിടെ എം വിജിൻ നടത്തുന്നത്. ഇത് പിണറായി വിജയന്റെ പോലീസാണ് എന്ന് പലവട്ടം അവിടെ പറയുന്നുമുണ്ട്. നിങ്ങളുടെ ഡ്യൂട്ടിയിൽ വന്ന വീഴ്ചയാണ് എന്ന് പോലീസിനെ പഠിപ്പിക്കുന്നു. അതിനുശേഷമാണ് നിങ്ങളുടെ പേരെന്താ, എന്നോട് വന്ന് പേര് ചോദിക്കുന്നു. അവിടെ വിജിന് നാണക്കേടായത് എം.എൽ.എ. എന്നെ നിനക്കറിയില്ലേടാ എന്ന ലൈനിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതായത് വിജിനോട് പേര് ചോദിച്ചു. വിജിനെ അറിയില്ലേ? പ്രോട്ടോകോൾ ഇല്ലേ? എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയും മാധ്യമ പ്രവർത്തകർ നിൽക്കുകയല്ലേ? സബ് ഇൻസ്പെക്ടർ എന്ന ഉത്തരവാദിത്തത്തിലെ വീഴ്ചയാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിജിൻ അത് സ്ഥാപിക്കാനായി നോക്കുന്നത്. അതോടൊപ്പം ഈ സമരം നടത്താറുണ്ട്, മുഴുവൻ മാധ്യമ പ്രവർത്തകർ നോക്കി നിൽക്കുന്നു. അങ്ങനെ സറൗണ്ടിങ് സിറ്റുവേഷനാണ് വിജിനെ പ്രകോപിപ്പിച്ചതെന്നാണ് എനിക്ക് ആ ദൃശ്യങ്ങൾ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പോലീസ് കളക്ടറേറ്റ് വളപ്പിലേക്ക് സമരക്കാർ കടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വിജിന്റെ ഒന്നാമത്തെ ആക്ഷേപം. ഈ ഉള്ളിൽ പ്രവേശിച്ച സമരക്കാർക്കെതിരെ കേസെടുക്കുമെന്ന് എസ്.ഐ വന്ന് പറയുന്നു. അതോടൊപ്പം ഈ വിജിന്റെ പേര് ചോദിക്കുന്നു, ഉദ്യോഗസ്ഥർ വന്ന് പേര് ചോദിക്കുന്നു. അതാണ് രണ്ടാമത്തെ പ്രകോപനം. ഈ രണ്ട് പ്രകോപനങ്ങളുടെയും തുടർച്ചയായിട്ടാണ് ഈ ഞാനിപ്പോൾ പറഞ്ഞ പരാമർശങ്ങൾ. ഇയാളുടെ സുരേഷ് ഗോപി സ്റ്റൈലൊന്നും ഇങ്ങോട്ട് എടുക്കേണ്ട, ഇയാൾ ഒറ്റ ഒരുത്തനാണ് കാരണം എന്നൊക്കെ പറഞ്ഞ എസ്.ഐയോട് സംസാരിക്കുകയാണ്. ആദ്യം നമ്മൾ മാറാമെന്ന് പറഞ്ഞതല്ലേ, പോലീസിന് അപമാനം ഉണ്ടാക്കരുത് എന്നൊക്കെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പദപ്രയോഗങ്ങളെല്ലാം നടക്കുന്നത് ഈ വിജിൻ്റേത് നമ്മൾ ആ ഒരു ഘട്ടത്തിലാണ് അവിടെ കാണുന്നത്. നോക്കൂ, എനിക്കിതിൽ പറയാനുള്ളത്, നവകേരള സദസ്സ് കടന്നു പോകുന്ന ബസ് കടന്നു പോകുന്ന വഴിയിൽ നമ്മൾ കണ്ട ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തനം ഓർമ്മയില്ലേ? അവിടെ പോലീസിന്റെ റോൾ എന്തായിരുന്നു? അതിനുശേഷമുള്ള വഴിയിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അനിൽ കല്ലിയൂരിന്റെ റോൾ എന്തായിരുന്നു? ഇവരെല്ലാവരും പോലീസിന്റെ റോൾ എടുക്കുകയാണ്. അതായത് ഒരു റോൾ എക്സ്ചേഞ്ച് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ പോലീസിനോട് ഇങ്ങനെ കൽപ്പിക്കാൻ ഒരു എം.എൽ.എക്ക് കഴിയും. എം വിജിൻ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഇങ്ങനെ കയറി വന്ന ആളാണല്ലോ, അങ്ങനെ വന്ന എം.എൽ.എ. ആയ ആളാണ്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം മുതൽ തന്നെ എസ്.എഫ്.ഐ ആയാലും ആർഷോ പോലീസുകാരനോട് തർക്കിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ തർക്കിക്കുന്നത് കണ്ടിട്ടുണ്ട്, പോലീസ് ജീപ്പിന്റെ ബോണറ്റിൽ കയറി നിൽക്കുന്നത്, പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി പ്രശ്നമുണ്ടാക്കുന്നത്, അതെല്ലാം കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉടനീളം. അതിൻ്റെ ഒരു തുടർച്ച, ഒരു എക്സ്റ്റൻഷൻ, അത് മാത്രമാണ് കണ്ണൂരിലെ സിവിൽ സ്റ്റേഷൻ വളപ്പിൽ ഇന്ന് എം വിജിൻ കാട്ടിക്കൂട്ടിയത്. അത് ശരിയല്ല. കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്കും അവരുടേതായ ഒരു ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ട്. അവർ അവിടെ അവരുടെ ഡ്യൂട്ടിയാണ്, കൃത്യനിർവഹണത്തിനായി വന്ന പോലീസുകാരാണ്. അവരെ പൊതുജന മധ്യത്തിൽ ഈ വിജിൻ പറഞ്ഞ, വിജിനോട് പേര് ചോദിച്ചത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചാണെന്ന് പറയുമ്പോഴുണ്ടാകുന്ന ആ മാനക്കേട് ആ പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെന്നേ. ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ഇയാളെ ആരാ നിയമിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായ നിയമന പ്രക്രിയയിലൂടെ കടന്നു വന്ന് പോലീസുകാരനായ വ്യക്തി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എം.എൽ.എ. ജനങ്ങൾ തെരഞ്ഞെടുത്തതാണെങ്കിൽ കൃത്യമായ പരീക്ഷകളിലൂടെ അല്ലെങ്കിൽ അഭിമുഖത്തിലൂടെയൊക്കെ കടന്നു വന്ന ആളാണ് ഇപ്പുറത്ത് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. അത് മനസ്സിലാക്കാതെ അയാളോട് തട്ടിക്കയറാൻ വിജിൻ ആരാണ്?
MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള പ്രിവിലേജ് കൊടുക്കുന്നുണ്ടോ? ഡിവൈഎഫ്ഐക്കാർ അവിടെ ചെടിച്ചട്ടി വെച്ച് കാണിച്ച രക്ഷാപ്രവർത്തനത്തിന്റെ മറ്റൊരു പതിപ്പാണ് എം വിജിൻ അവിടെ കാണിച്ചത്. അത് സർക്കാർ, പിണറായി സർക്കാരാണ്, CPIM-ന്റെ സർക്കാരാണ് എന്ന ധാർഷ്ട്യമാണ് വിജിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. ഭരണത്തിൽ പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ വിജിൻ ഇത് കാണിക്കുമായിരുന്നു? അതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. തെറ്റ് MLA-യുടെ ഭാഗത്താണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി മാന്യത കാണിക്കണം. ജനങ്ങൾക്ക് മുന്നിലാണ് ഈ ദൃശ്യങ്ങളുള്ളത്. ജനങ്ങൾ വിലയിരുത്തട്ടെ, അടുത്ത തവണ മത്സരിക്കുമ്പോൾ ഇതും കൂടി വിലയിരുത്തട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ അഭിപ്രായം. ശരി, എം വി നികേഷ് കുമാർ. കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത തവണ മത്സരിച്ച് വലിയ സാധ്യതകളൊന്നുമില്ല. കല്യാശ്ശേരി ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും CPM-ന് സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. അവിടെ നിന്നുള്ള ഒരു MLA ആണ് എം വിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? രണ്ട് ഭാഗത്തും പരിശോധന നടത്തിയാൽ ഇത് ഏതെങ്കിലും CPM സംഘടനയുടെ കളക്ടറേറ്റ് മാർച്ചോ അല്ലെങ്കിൽ കളക്ടറേറ്റ് ഉപരോധമോ ഒന്നുമല്ല. ഒരു നേഴ്സുമാരുടെ ഒരു സംഘടനയുടെ കളക്ടറേറ്റ് ഉപരോധമാണ്. അവിടെ ഒരു MLA എന്നുള്ള നിലയിൽ വിജിൻ കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ച് വന്നതാണ്. പക്ഷേ ഈ നഴ്സുമാർക്ക് അറിയില്ല കളക്ടറേറ്റിൻ്റെ പുറത്താണ് സമരം നടത്തേണ്ടതെന്ന്. അവരവിടെ നല്ല ടൈലൊക്കെ പാകിയിട്ടുള്ള സ്ഥലം കണ്ടു. അവർ നേരെ കളക്ടറേറ്റിനകത്തേക്ക് പോയി. അവിടെ പോലീസ് എത്തിയില്ല. പോലീസ് എത്താത്തത് പോലീസ് എന്തോ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി എന്നാണ് പോലീസിൻ്റെ അക്കാര്യത്തിലുള്ള വിശദീകരണം. അകത്തേക്ക് ഞാൻ അവിടുത്തെ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ടപ്പോൾ വിജിൻ കളക്ടറേറ്റിനകത്തേക്ക് പോകുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്, ഇവർ അകത്തേക്ക് കയറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അകത്തേക്ക് കയറിയത് ഒരു നല്ല പരിപാടിയല്ല എന്നറിയാവുന്ന വിജിൻ അകത്തേക്ക് കയറുന്നു. അപ്പോൾ SI വന്ന് പറയുന്നു നിങ്ങൾക്കെതിരെയും കേസെടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ആ നിലയിൽ തന്നെ ഒരു ചെറിയ നിലയിൽ സംഘർഷം ഉണ്ടാകുന്നു. അങ്ങനെ കേസെടുക്കാൻ വേണ്ടി അവിടെ ഒന്നും തുടങ്ങിയിരുന്നില്ല. തുടർന്ന് അതിൻ്റെ നേഴ്സസ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹി സ്വാഗത പ്രസംഗം നടത്തുന്നു. സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ തന്നെ SI മൈക്ക് പിടിച്ചു വാങ്ങുന്നു. മൈക്ക് പിടിച്ചു വാങ്ങുമ്പോൾ വിജിൻ പറയുന്നത് വിജിൻ്റെ മൂക്കിൽ തട്ടിയിട്ടാണ് ആ മൈക്ക് പിടിച്ചു വാങ്ങുന്നത് എന്നുള്ളതാണ്. അവിടെയും പ്രകോപനമൊന്നും ഉണ്ടായില്ല. പിന്നീട് SI കുറച്ച് ദൂരേക്ക് പോയി വീണ്ടും ഇതിനെതിരെ പറയുന്നത് കേട്ടു എന്ന് വിജിൻ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിൻ അവിടെ ഈ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു 10 മിനിറ്റ് നേരത്തെ പരിപാടിയാണ് ആകെ ഉണ്ടായിരുന്നത്. ആ 10 മിനിറ്റ് പരിപാടിയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അക്കാര്യത്തിൽ സുരേഷ് ഗോപി കളിക്കണ്ട എന്നുള്ള പരാമർശങ്ങളൊക്കെ വിജിൻ നടത്തേണ്ടിയിരുന്നു എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. വിജിനെ പോലെ വളരെ ചെറുപ്പക്കാരനായ ഒരാൾക്ക് കേരളത്തിലെ ഏറ്റവും ഉറപ്പുള്ള ഒരു നിയമസഭാ മണ്ഡലം നൽകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിപ്പിക്കുമ്പോൾ ആ നിലയിൽ പോലീസുകാരെ വഴക്ക് പറയേണ്ട കാര്യമുണ്ടോ? ആ നിലയിൽ പോലീസുകാരെ പ്രകോപന രീതിയിൽ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് വിജിൻ ആലോചിക്കേണ്ട കാര്യമാണ്. ഏതായാലും പേര് ചോദിച്ചു എന്നുള്ളത് കൊണ്ടല്ല, പേര് ചോദിക്കുന്ന രീതിയിൽ അവിടെ ഫ്ലക്സിലൊക്കെ അയാളുടെ പടവും അയാളുടെ പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉദ്ഘാടകൻ ആരാണെന്നുള്ള കാര്യം അവിടെ ഇരിക്കുന്ന പോലീസുകാർക്ക് മനസ്സിലായ സ്ഥിതിക്ക് പേര് ചോദിച്ച് വേണ്ടത്ര രീതിയിൽ പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടെന്നേ, ചീഫ് സെക്രട്ടറിക്ക് മുകളിലാണ് MLA എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു SI ഒക്കെ അല്പം മര്യാദ കാണിച്ചാൽ തെറ്റില്ല. ഇപ്പോൾ നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള വലിയ സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷം വരുമ്പോഴും ഒരു MLA പോലീസിൻ്റെ മുമ്പിൽ വന്നുപെട്ടാൽ സാധാരണഗതിയിൽ പോലീസ് കാണിക്കുന്നൊരു സംയമനം നമ്മൾ കാണാറുള്ളതാണ്. ഇപ്പോൾ ഒരു MLA എന്നുള്ള നിലയിൽ ബഹുമാനം കൊടുത്താൽ SIക്കും തകരാറില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു വർത്തമാനമൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കേണ്ടത് ജനപ്രതിനിധിയാണ്. കാരണം ജനപ്രതിനിധിയുടെ ഇമേജാണ് ആത്യന്തികമായി അവിടെ അലോസരപ്പെടുക. അത് ഒഴിവാക്കാവുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. പക്ഷേ എങ്കിൽ പോലും ഒരു പോര് പോലീസിനോടോ എന്നുള്ള ചോദ്യത്തിൽ അങ്ങനെ ഒരു പോരൊന്നും ഉണ്ടായിട്ടില്ല. ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, അല്പം ഒച്ച കൂടി ചില സുരേഷ് ഗോപി പ്രയോഗങ്ങളുണ്ടായി എന്ന് മാത്രമേ അവിടെ ഒരു ഈ ഒരു സംഭവം മാത്രമായിട്ട് എടുക്കുന്നത്, കൂടുതൽ പറയാനില്ല. എങ്ങനെ ഈ ഒരു സംഭവം മാത്രമേ പറയാനുള്ളൂ. പൊതുവേ ഈ സർക്കാരിന്റെ കാലത്ത് പോലീസുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ പറയാനില്ല. ചൂണ്ടിക്കാണിക്കാനില്ല. എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് കൂട്ടിച്ചേർക്കാണ്ട് പറഞ്ഞോളൂ. ഞാൻ അല്ല, സുജയെ കൂട്ടിച്ചേർത്ത പോലെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനാണ്. കുഴപ്പമില്ല. ശരി, അങ്ങനെയാണ് അടുത്ത ഘട്ടത്തിൽ വരാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഞാനും മനസ്സിലാക്കിയത് തന്നെയാണ്. പക്ഷെ ഒരു വനിതാ പോലീസുകാരിയാണ് താങ്കളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നത്, പേര് എഴുതിയെടുക്കാൻ വേണ്ടി. അപ്പോൾ അവർക്ക് അറിയില്ല സത്യമായിട്ട് വിജിൻ ആരാണെന്ന്. വിജിനെ പൊതുവേ ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു സൗമ്യനായ MLA എന്നുള്ളതാണ്. ചെറുപ്പക്കാരനാണ്, നല്ല ഊർജ്ജസ്വലനാണ്. പക്ഷെ എന്താണ് അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ച പേര് ചോദിച്ചപ്പോൾ എന്തോ ഈഗോ ഹേർട്ടായെന്ന് തോന്നുന്നു. മനസ്സിൽ എന്നെ അറിയില്ലേ എന്നുള്ളൊരു രൂപത്തിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വർത്തമാനം മുഴുവൻ. അപ്പോൾ വനിതാ പോലീസുകാരി പേടിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ വളരെ മര്യാദയോടെയാണല്ലോ ചോദിച്ചതെന്ന് അവർക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ വനിതാ പോലീസുകാർക്ക് നേരെ തട്ടിക്കയറിയപ്പോഴാണ് SI വന്ന് പിന്നെ തന്നെ ആരാടോ SI ആക്കിയെന്നുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആ രൂപത്തിലുള്ള സംസാരം. അപ്പോൾ അതൊരു MLA നടത്തേണ്ടതാണോ? അത് മുഴുവൻ തത്സമയമൊക്കെ എല്ലാ മാധ്യമങ്ങളും കൊടുക്കുമെന്നുള്ള വിജിനും അറിയാവുന്നതാണ്.
അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഇതൊരു രീതിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ പോലീസ് എല്ലാ കാലത്തും ഭരിക്കുന്നവരുടെ ടൂളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഏതൊക്കെ രൂപത്തിൽ ഉപയോഗിക്കുന്നു, ഏതൊക്കെ ആഭ്യന്തരമന്ത്രിമാർ ഏതൊക്കെ രൂപത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും അതിക്രൂരമായി തന്നെ പോലീസ് ഇടപെടുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ സമയത്തൊക്കെ പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിൽ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. മഹിജയുടെ കേസൊക്കെ നമ്മൾ കണ്ടതാണ്. തെരുവിൽ സമരത്തിനിറങ്ങിയ മകൻ മരിച്ച സമയത്താണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഈ നവകേരള സദസ്സ് തുടങ്ങിയതിന് ശേഷമാണ് ഒരു തുടർച്ചയായിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ഭയന്ന് സർക്കാർ പറയുന്ന കാര്യങ്ങൾ ഭയന്ന് അത് നിർവഹിക്കുന്ന പോലീസുകാർ, അത് പാവം പോലീസുകാർ. ചിലർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ ക്രൂരമായി ആക്രമിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർ. ഈ രൂപത്തിൽ വേണം അതിനെ കാണാൻ തോന്നുന്നു. ഇതൊന്നുമില്ലാതെ വളരെ സ്റ്റേണായി നിലപാടെടുക്കുന്ന ചില പോലീസുകാരുണ്ട്. അവരെയൊക്കെ ആ രൂപത്തിൽ തട്ടുകയും ചെയ്യും. അപ്പോൾ ഇവർക്ക് സ്വീകാര്യമായ സർക്കാരിന് സ്വീകാര്യമായവർ തന്നെയാണ് തലപ്പത്ത് നിർത്തുക എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഈ നവകേരള സദസ്സിലാണ് നമ്മൾ കണ്ടത് അവിടെ അതിക്രൂരമായി പോലീസിനൊപ്പം തന്നെ പോലീസിൻ്റെ പണി ഏറ്റെടുക്കുന്ന രൂപത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. അപ്പോൾ അതിന് വഴിമാറി കൊടുക്കുന്ന പോലീസിനെ, അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന പോലീസിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പല പോലീസ് സ്റ്റേഷനുകളിലേക്കും കയറി ആക്രമിക്കുന്ന, അതായത് അവിടെ വെഞ്ഞാറമൂടിലാണെന്ന് തോന്നുന്നു, പോലീസ് കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസ് സ്റ്റേഷനിൽ കയറി, അത് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ കയറി ആക്രമിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടാണ്. അപ്പോൾ അതിലൊക്കെ പോലീസ് നിസ്സഹായരായി നിൽക്കുന്നു. ഇന്നിപ്പോൾ കാണുന്ന ആ SIയുടെ ദൃശ്യവും വെളുത്ത് നിൽക്കുകയാണ്. അവർക്കൊക്കെ ആത്മാഭിമാനമില്ലേ? അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്, ശമ്പളത്തിന് ചെയ്യുന്ന ജോലി എന്നുള്ള അപമാനപരമായി പണിയെടുക്കുക എന്നുള്ളതല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ പലയിടത്തായി കാണുന്നു. പിന്നീട് ഈ പറഞ്ഞ ചെടിച്ചട്ടിയുടെ ആക്രമണം നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പം നമ്മൾ കണ്ടത് ഈ കൊച്ചിയിൽ നടന്ന പ്രതിഷേധം, പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധം. അവിടെ ആ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്തവർ കലാപാഹനം നടത്തിയെന്ന രൂപത്തിൽ പറഞ്ഞ് പുലർച്ചെ വരെ നടന്ന സമരം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടുത്തെ കമ്മീഷണർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഏരിയ സെക്രട്ടറി വന്ന് പറയുമ്പോഴേക്കും കേസിൻ്റെ വകുപ്പ് മാറ്റി എഴുതേണ്ടി വരുന്ന സാഹചര്യം. അപ്പോൾ ഭയന്ന് പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യം പോലീസിനുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലെ കാഴ്ചയാണ്. ഇതിപ്പോൾ ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നത് പലപ്പോഴും ഇപ്പോൾ തുടർച്ചയായി നടക്കുന്ന കാര്യമാണ്. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നത്, ആ കേസ് നിൽക്കില്ല എന്ന് പോലീസിനറിയാം. പല ഉയർന്ന ഉദ്യോഗസ്ഥരും ഇത് നിൽക്കില്ല എന്ന് ഉപദേശിച്ചിട്ടും ഈ സംഭവങ്ങളൊക്കെ നടന്ന് കുറച്ച് കഴിയുമ്പോൾ കേസെടുക്കുന്ന രീതിയിൽ നമുക്ക് കണ്ടതാണ്. ഏഷ്യാനെറ്റിലെ അഖില നന്ദകുമാറിനെതിരെ ഇപ്പോൾ ഷൂ എറിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് അതും തുടക്കത്തിലൊന്നും ആ വിഷയത്തിൽ പോലീസ് കേസെടുത്തിരുന്നില്ല, പിന്നീടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഈ കോടതിയിലെത്തുമ്പോൾ തള്ളിപ്പോകുമെന്ന് ഉറപ്പുള്ള കേസുകൾ മാധ്യമപ്രവർത്തകരെ കേസെടുക്കാൻ നിർബന്ധിതരാക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ പോലീസിനെ ഉപയോഗിക്കുന്നു. അവർക്ക് നാണം കെട്ട് നിൽക്കേണ്ടി വരുന്നു. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ പോര് ഇന്ന് പോലീസിനോട് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഇന്നത്തെ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. ഉണ്ണി ബാലകൃഷ്ണൻ, ഇതിനകത്ത് രണ്ട് വശത്തും സംയമന കുറവുണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായും നിയന്ത്രണം പാലിക്കേണ്ടത് വിജിനാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വിജിൻ പാലിക്കേണ്ട സംയമനം വിജിൻ അവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആക്ഷേപം. മാത്രമല്ല, പൊതുവേ ഇപ്പം നമ്മൾ ഈ രാഷ്ട്രീയ നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇത്തരത്തിൽ പെർഫോം ചെയ്യുന്നതൊന്നും കേരളത്തിലെ ആദ്യത്തെ സംഭവമല്ല. ഇപ്പോൾ കെ സുധാകരൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത് വളപട്ടണത്ത് കയറിയിട്ട് ഇതേപോലെ സുരേഷ് ഗോപി കളിക്കേണ്ടെന്ന് അന്ന് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ചാലക്കുടിയിൽ ITA വാതിക്കൽ ഒരു സംഘർഷം ഉണ്ടായപ്പോൾ ആ സംഘർഷത്തിൽ അതിൻ്റെ ഒരു നേതാവിനെ, DYFI നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പം ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് പോലീസിനെ വിരട്ടി ഓടിച്ചിട്ട് പിന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. അതിൻ്റെ തുടർച്ചയിൽ മാത്രം നമ്മൾ ഈ പറയുന്ന വിജിൻ്റെ ഒരു പെർഫോമൻസിനെ കണ്ടാൽ മതി. പക്ഷേ വിജിനാണ് ഒരു ആത്മനിയന്ത്രണം അവിടെ പാലിക്കേണ്ടിയിരുന്നത്. മാത്രമല്ല, ഈ കുറച്ച് സർക്കാസ്റ്റിക്കായിട്ട് പറയുകയാണെങ്കിൽ ഈ CPM ഒരിക്കലും, അല്ലെങ്കിൽ DYFIയോ അതുപോലുള്ള സംഘടന ഒരിക്കലും കേരളത്തിലെ പോലീസിനെതിരായിട്ട് സംസാരിക്കരുത്. കാരണം കേരളത്തിലെ പോലീസ് ഒരു മികച്ച സംവിധാനമാണെന്ന് അവരിപ്പോൾ തന്നെ ധരിച്ചു വെച്ചിട്ടുണ്ട്. നല്ല പിന്തുണയാണ് അവർ പല കാര്യങ്ങളിലും പോലീസിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നവകേരള സദസ്സിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഗുഡ് സർവീസ് എൻട്രി ഒക്കെ കൊടുക്കുകയാണല്ലോ നവകേരള സദസ്സിൻ്റെ ഒരു കണ്ടക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട്. അതൊക്കെ ആദ്യമായിട്ടാണ്. കമ്മ്യൂണിസ്റ്റുകളാണ് ഭരിക്കുന്നത്. നോക്കൂ, 2 പിണറായി സർക്കാരുകൾ നമ്മൾ കണ്ടു. എത്ര കസ്റ്റഡി മരണങ്ങളുണ്ടായി കേരളത്തിൽ? മാവോയിസ്റ്റുകളെ വേട്ടയാടിയിട്ടില്ലേ? ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ ചരിത്രത്തിലില്ലാത്ത സംഭവങ്ങളാണ്. അതിനെല്ലാം പ്രതിരോധിക്കുകയാണ്. എന്താ പ്രതിരോധിക്കാൻ കാരണം? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയനാണ്. ഇപ്പോൾ പോലീസിനെതിരെ വിമർശനം വന്നാൽ ആർക്കെതിരായിട്ടാണ് വിമർശനം വരുന്നത്? പിണറായി വിജയനെതിരായിട്ടാണ് വിമർശനം വരുന്നത്. അങ്ങനെ അതിനെ മനസ്സിലാക്കേണ്ടതില്ല. സർക്കാരുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ട ഒരു ഫോഴ്സാണ് പിന്നെ ഈ പറയുന്ന പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ഒരു പോലീസ് മന്ത്രിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അത് അഭിലഷണീയമല്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ. ഇപ്പോൾ കർണാടക കാലത്ത്
പോലീസുകാരെ സംരക്ഷിക്കുന്ന മന്ത്രി എന്നുള്ള നിലയ്ക്കാണ് കരുണാകരൻ അറിയപ്പെടുന്നത്. പോലീസുകാരുടെ മന്ത്രിയാണല്ലോ കെ കരുണാകരൻ. ആശ്രിത വത്സലനാണ്. ഏറ്റവും അവസാനം നിമിഷം വരെയും പോലീസിനെ തള്ളിപ്പറയാത്ത ആഭ്യന്തരമന്ത്രിയാണ്. അതുകൊണ്ടാണ് കരുണാകരനോടുള്ള വിയോജിപ്പും കേരളത്തിലെ ആളുകൾക്കുണ്ടായിരുന്നത്. ആ രീതിയൊന്നും പിന്തുടരേണ്ട സർക്കാരോ പാർട്ടിയോ അല്ല CPM. അതുകൊണ്ട് CPM-ഉം DYFI-ക്ക് അത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കണം. ഇവിടെ ഇപ്പോൾ പക്ഷേ ഈ അടിച്ചമർത്തൽ ആവർത്തിച്ച് പറയുന്ന തെറ്റില്ല. ആവർത്തിച്ച് രൂപത്തിൽ പറയുന്ന പറയുന്ന- കാര്യമുണ്ട്, പിണറായിയുടെ പോലീസാണെന്ന് ഓർക്കണം എന്ന് പറയുന്നത്. അതെ അതെ. പിണറായിയുടെ പോലീസ് എന്നൊന്നും പറയേണ്ട, അത് കേരള സംസ്ഥാനത്തിൻ്റെ പോലീസാണ്, സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ പിണറായിയുടെ പോലീസാണെന്ന് പറയുന്നതിനകത്തൊരു ഭീഷണിയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തേണ്ട സാഹചര്യമില്ല. പൊതുവേ ഇതിന്റെയൊക്കെ കാര്യം ഞങ്ങൾ പൊതുവെ അഭിലഷണീയമായ ഒരു കാഴ്ചയല്ല. ഞാൻ അവസാനിപ്പിച്ചോട്ടെ. അഭിലഷണീയമായ ഒരു കാഴ്ചയല്ല നമ്മൾ കണ്ടത്. ഇരുകൂട്ടർക്കും അതിനകത്ത് വീഴ്ച വന്നിട്ടുണ്ട്. അതിലേറ്റവും കാര്യമായി അത് ശ്രദ്ധിക്കേണ്ടത് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് വിജയനാണെന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. ഇല്ല, ഈ അതാണ് അല്ല, എനിക്ക് ഉണ്ണിഭാഷനോട് ചോദിക്കാനുള്ള ഈ കരുണാകരന്റെ കാലത്തും പോലീസിനെ നന്നായി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. കരുണാകരന്റെ ആ രൂപത പോലീസുകാരെ ഉപയോഗിച്ചത് എങ്ങനെയാണ്? കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോൾ 2 ക്യാമ്പുകളാണല്ലോ, കക്കയം ക്യാമ്പും ശാസ്തമംഗലം ക്യാമ്പും എന്ന് പറയുന്നത്. കേരളത്തിലെ ആൾക്ക് മറക്കാൻ പറ്റുമോ? രാജന്റെ മരണം മറക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ പോലീസിൽ ജയറാം പടിക്കലിനെ മറക്കുമോ? പുലിക്കോടൻ രാഘവനെ മറക്കുമോ? IG ലക്ഷ്മണനെ മറക്കുമോ? അങ്ങനെ കേരളം ഏറ്റവും മോശപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെയും മോശപ്പെട്ട ക്യാമ്പുകളും കണ്ടിട്ടുണ്ട്. അതിനെതിരായിട്ടൊക്കെ സമരം ചെയ്ത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള അടിച്ചമർത്തലുകൾക്കെതിരായിട്ട് പോരാട്ട വീര്യത്തോടുകൂടി പോരാടിയിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു സർക്കാരല്ലേ ഈ നിൽക്കുന്നതേ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഫോഴ്സിനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം. ഈ പറയുന്ന മനോവീര്യം കെട്ടുപോയാൽ വലിയ പ്രശ്നമാകുമെന്ന് വിചാരിക്കേണ്ട, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പിന്നെ പോലീസ് ഫോഴ്സിന് പോലീസ് ഫോഴ്സിന് ഒരു പിന്തുണയുമായി ഒരു സംഘം തന്നെ കേരളത്തിലുടനീളം യാത്ര ചെയ്തില്ലേ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട്? സ്മൃതി നേരത്തെ പറഞ്ഞല്ലോ, SI വെളറി വെളുത്താണ് നിൽക്കുന്നത്. ഇതാണ് ഒരു ഫോട്ടോഗ്രാഫ്. ഈ മൈക്ക് അവിടെ നഴ്സ് അസോസിയേഷന്റെ ഒരു ഭാരവാഹി സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ അയാളെ പിടിച്ചു വാങ്ങുകയാണ്. തൊട്ടടുത്തൊരു MLA നിൽക്കുന്നുണ്ട്. അല്ല, അവിടെ പ്രസംഗിക്കാൻ അകത്തേക്ക് കയറാൻ പാടില്ല. അകത്തേക്ക് കയറുന്ന തടഞ്ഞില്ല എന്നുള്ള തെറ്റാണ് പോലീസ്. ഒന്നാമത്തെ കാര്യം, അവിടെ കലക്ടറേറ്റിന് മുമ്പിൽ ഒരു മാർച്ച് ഉണ്ടെന്ന് നേരത്തെ പോലീസ് ഇൻഫോം ചെയ്തിട്ടാണല്ലോ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. അവിടെ പോലീസ് ഇല്ല. ഇവർക്ക് ആ നിലയിൽ സമരം ചെയ്ത് ശീലവും ഇല്ല. കലക്ടറേറ്റിന്റെ മുൻവശത്ത് നിന്നിട്ടാണ് സമരം ചെയ്യേണ്ടത്. അവരവിടെ ടൈൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അവരവിടെ നിൽക്കുകയാണ്. ഇതാണോ വിളറി വെളുത്ത് നിൽക്കുന്നത്? അല്ല, ഇപ്പൊ വിളറി വെളുത്തു എന്നല്ല പറഞ്ഞത്. തന്നെ ആരാണോ SI ആക്കിയെന്ന് ചോദിക്കുന്നത് അയാൾ വിളറി. നമ്മുടെ ദൃശ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചിത്രം കറക്റ്റ് സുരേഷ് ഗോപിയാണ്. അല്ല, അതിനകത്ത് അല്ല, ഒരു മിനിറ്റ് ചോദിക്കട്ടെ. കളക്ടറേറ്റിനകത്ത് സമരം ചെയ്തുകൊണ്ട് അവിടെ പ്രസംഗിക്കാൻ അനുവദിക്കാൻ പറ്റുമോ പോലീസ്? ഇല്ല, വേണ്ട. അപ്പൊ അതാണ് ചെയ്യുന്നത്. മൈക്ക് പിടിച്ചു സമയത്ത് മൈക്ക് പിടിച്ചു വാങ്ങും. അപ്പോൾ MLA പറയും. അപ്പോൾ MLA കാര്യം പറയും. സുരേഷ് ഗോപി വേണ്ട എന്ന് പറയും. ഞാനാണെങ്കിലും പറയും. അത് നമ്മൾ കണ്ടിട്ടുള്ളത്. 2, ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ്. നിങ്ങൾ എന്താ അഖില നന്ദകുമാറിനെ മാത്രം ഓർക്കുന്നത്? MV നികേഷ് കുമാറിനെതിരെ 5 കേസുണ്ട് 2ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത്. ഞങ്ങൾ ചെയ്ത അബദ്ധം എന്താണെന്നറിയാമോ? ഞങ്ങൾ ചെയ്ത തെറ്റെന്താണെന്നറിയാമോ? മറ്റേ ഈ നടിയെ ആക്രമിച്ച കേസിൽ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന പുതിയൊരു സാക്ഷിയെ രംഗത്തിറക്കി എന്ന് പറഞ്ഞിട്ട് 5 കേസെടുക്കുമ്പം അതൊന്നും മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടുള്ള കേസല്ലേ? ആണ്, പറയണം. അത് പറയണമെന്നല്ല, അത് ഉണ്ടാകും. അതിന് ഞാൻ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായി എന്ന് പോലീസിന് തോന്നുകയാണെങ്കിൽ FIR ഇട്ടതിന് ഞാനൊരു ഞാൻ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിഞ്ഞ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസ് നിൽക്കില്ല എന്ന് ഉപദേശിച്ചിട്ടും എന്നാൽ എടുക്ക് എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് എടുക്കുന്ന കേസുകൾ എടുക്കെന്ന് പറഞ്ഞിട്ടല്ല. അല്ല, അങ്ങനെ എടുക്കുന്ന കേസുകളുണ്ട് നികേഷ് കുമാർ. അങ്ങനെയുള്ള കേസുകളുണ്ട്. ഉണ്ടാകാം. അങ്ങനെ ആവുമ്പോൾ നമുക്കെന്താ ചെയ്യാൻ കഴിയുക? ഇപ്പൊ എനിക്കെന്താ ചെയ്യാൻ കഴിയുക? കോടതിയിൽ തള്ളുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ബാലചന്ദ്രകുമാർ എന്ന ഒരു ആളുടെ സൗണ്ട് ബൈറ്റ് എടുക്കുന്നതിലൂടെ ഞാൻ ആ കേസിൽ, അല്ലെങ്കിൽ റിപ്പോർട്ടർ TV ആ കേസിൽ ചെയ്തിട്ടുള്ളത് എന്താണ്? അക്കാര്യത്തിലൊരു പുനരന്വേഷണം ഉണ്ടായി, അക്കാര്യത്തിലൊരു പുനർവിചാരണയുണ്ടായി, അക്കാര്യത്തിൽ ആ കേസിന് ജീവൻ വെച്ചു. അതുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു എന്നുള്ളതാണ്. പിന്നീട് പോലീസിന് ഈ പറയുന്ന ഒരു താല്പര്യമില്ല സ്മൃതി പരുത്തിക്കാടിനൊന്നും തന്നെയും. അപ്പൊ ഒരു മിനിറ്റ്, എനിക്കെതിരെ കേസെടുത്തു എന്ന് MV നികേഷ് കുമാർ പറയല്ലോ. എന്റെ പ്രശ്നം എന്താണ്? ഇല്ല, വനിതാ മാധ്യമ പ്രവർത്തകർ ഒറ്റ കേസല്ല. നികേഷ് കുമാർ ഒറ്റ കേസല്ല. എനിക്കെതിരെ കേസെടുത്തു വിളിച്ചു പറയുന്നു എനിക്കെതിരെ 5 കേസ്. ഈ കേസ് മാത്രമല്ല, പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയാണ്. ഞാൻ പറഞ്ഞുതരാം. DGPയുടെ വീട്ടിലേക്ക് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം, അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ വനിതാ മാധ്യമ പ്രവർത്തകരെയും അതിക്രമിച്ചു കയറി എന്ന കേസെടുത്തിരിക്കുകയാണ്. അതിന് പറയട്ടെ, അവിടെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. ഇവർ അങ്ങോട്ട് അകത്തേക്ക് കയറിയപ്പോൾ സ്വാഭാവികമായും വനിതാ മാധ്യമ പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. അവർ അകത്തേക്ക് കയറി.
നിങ്ങൾ ഇവിടെ കയറരുത് കേട്ടോ, പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. പോലീസാണ് പറഞ്ഞത്. അപ്പൊ തന്നെ ഇവര് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് അവിടെ കഴിഞ്ഞതാണ്. അല്ലല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ- വരുന്നു അവിടെ അതിക്രമിച്ചേറിയെന്ന് മഹിളാ- കേസ്. മഹിളാ മോർച്ചയുടെ പ്രവർത്തകരെ അകത്തേക്ക് കയറ്റിവിടുന്നതിൽ ഇവരുടെ ഒത്താശയുണ്ട് എന്നുള്ള ആക്ഷേപം നിൽക്കുകയാണ് അവിടെ. ഈ ആക്ഷേപം എവിടെ നിന്നാണ് വരുന്നത്? എന്റെ സ്മൃതി, സമാധാനപ്പെട്. അവിടെ ജന്മഭൂമിയുടെയും ജനത്തിന്റെയും റിപ്പോർട്ടർമാർ ആ നിലയിൽ ഒത്താശ നൽകിയിട്ടുണ്ടോ എന്നുള്ള പരിശോധന മാത്രമാണ് കേസ്. ആ പരിശോധന ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ല. ഇപ്പം എനിക്കെതിരെ എങ്ങനെയാണ് കേസ് വന്നിട്ടുള്ളത്? എനിക്കെതിരെ കേസ് വന്നിട്ടുള്ളത് അഡ്വക്കേറ്റ് രാമൻപിള്ള അന്ന് ഇവിടെ മധ്യമേഖല IG ആയിരുന്ന ആളുമായി പാലക്കാട്ടെ ഒരു കസ്റ്റഡി മരണക്കേസിൽ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആ കേസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴും ഇവർ അങ്ങോട്ട് ചെന്ന് IG അങ്ങോട്ട് ചെന്ന് രാമൻപിള്ളയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസെടുക്കാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെതിരെ ഞാൻ ആ സമയത്ത് വലിയ വായിൽ വർത്തമാനം പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ആ കേസ് റദ്ദ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതി പോകണം. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന റിപ്പോർട്ടർ ഈ സമരം ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ പോകുന്നവരെ അങ്ങോട്ട് കയറ്റി വിടുകയാണെന്നൊക്കെ എളുപ്പത്തിൽ പറയാന്നേ. അപ്പൊ ഈ ജോലി എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്ത് തരം ആരോപണം? ഇതൊരു പുതിയ ശൈലിയാണ്. ജോലി ചെയ്യുന്നതിനെ ഒരു കാര്യം കൃത്യമാണ്, മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തനം മാത്രം നടത്തുന്നത് എങ്ങനെയാണ് പറയുന്നത്? ഇനി ഏതെങ്കിലും എം വി നികേഷ് കുമാർ ചെയ്തത് മാധ്യമപ്രവർത്തനാണെന്ന് ഉറപ്പുണ്ടല്ലോ. എനിക്കത് ഉറപ്പുണ്ടല്ലോ. അതേപോലെ കോടതി പ്രൂവ് ചെയ്ത് കോടതി തള്ളിപ്പോയ കേസുകളാണെന്ന് ഞാൻ പറയുന്നത്. അഖിലാനന്ദകുമാറിന്റെ കേസ് എന്തായി? അല്ല, അഖിലാനന്ദകുമാറിന് എനിക്കറിയില്ല. അഖിലാനന്ദകുമാർ എങ്ങനെയാണ് അത് തള്ളിപ്പോയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് അതറിയണമല്ലോ. അത് ഗൂഢാലോചനയാണെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ അഖിലാനന്ദകുമാറിന്റെ ഒരു പൊള്ളയായ കേസിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്കൊന്നും സ്വന്തം ചാനലില് എനിക്കെതിരെ വന്നിട്ടുള്ള ഒരു കേസായി തോന്നുന്നേയില്ല. കാരണം നിങ്ങൾക്ക് എപ്പോഴും പൊളിറ്റിക്കലായി അതിനെ പ്രതിഷ്ഠിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അഖിലാനന്ദകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രതിനിധിക്കെതിരെ കൊച്ചിയിൽ ഒരു കേസെടുത്തു. അവർക്കത് നിയമപരമായി ആ കേസ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയല്ലോ. അത് മതി. അല്ല, ഞാൻ പറഞ്ഞത് അപ്പൊ ഇതിങ്ങനെ തുടർന്നോട്ടെ എന്നാണോ? മാധ്യമ പ്രവർത്തകർ ജോലി പോലീസിന് വേഷം അങ്ങോട്ട് കൊടുക്കുകയാണെന്നേ. ആര് കൊടുക്കുന്നു? ഇതൊക്കെ നിങ്ങൾക്ക് ഈ അന്ധത കൊണ്ട് തോന്നുന്നതാണെന്നേ. അങ്ങനെ അല്ലത്. പോലീസ് സാധാരണഗതിയിൽ എല്ലാ കാലഘട്ടത്തിലും മാധ്യമപ്രവർത്തകർക്കെതിരെ ഇത്തരം കേസുകൾ ഉണ്ടാകാറുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ചെയ്യാൻ കഴിയുന്ന അങ്ങനെയൊന്നും അതിനകത്തൊരു ഇതൊന്നും വേണ്ട. സ്വന്തം വർഗം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്നതിനെയൊക്കെ ന്യായീകരിക്കും, എല്ലാത്തിനും വെള്ളപൂശുന്നൊന്നും വിചാരിക്കൊന്നും വേണ്ട. DGPയുടെ വസതിയിൽ സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ സമരം നടക്കാറുണ്ടോ? DGPയുടെ വസതിയുടെ ഗേറ്റ് തുറന്നു കൊടുക്കാൻ അവിടെ ആരെങ്കിലും മാധ്യമ പ്രവർത്തനം തുടങ്ങിയ ചെറിയ പെൺകുട്ടികളാണ് ഇവർ അങ്ങോട്ട് കയറി പോയപ്പോൾ അതിന് കൂടെ പിന്നാലെ പോയി. നിങ്ങൾ ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഞാനത് മനസ്സിലാക്കിയോണ്ടാണ് കഴിഞ്ഞാൽ മതിയെന്നേ. ഇപ്പൊ എനിക്കെതിരെയായാലും ഈ പറയുന്ന രണ്ട് മാധ്യമ പ്രവർത്തകർക്കെതിരായാലും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കൊച്ചി ബ്യൂറോയിലെ റിപ്പോർട്ടർക്കെതിരെയായാലും കേസ് എടുക്കുകയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള ബലം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇതൊരു തുടർച്ചയാവട്ടെ. മാധ്യമപ്രവർത്തകർ പണിയെടുക്കുന്നതിൽ ഗൂഢാലോചന എന്ന ആരോപണം തുടർച്ചയായി ഉയരട്ടെ. അല്ല, വേണ്ടെന്നേ. മാധ്യമപ്രവർത്തകരുടെ പണി മാത്രം എടുത്താൽ മതി. അതിനപ്പുറമുള്ള പണി എടുത്താൽ സ്വാഭാവികം. അതിനപ്പുറമുള്ള എവിടെയാണ് വര വരയ്ക്കുന്നത്? ആരാണ് വര വരയ്ക്കുന്നത്? പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ചില കാര്യങ്ങൾ ബോധ്യം ഉണ്ടാവും. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നീങ്ങുന്നത്. ഞാൻ പറയുന്നത് പോലീസിന് ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസിനെ ബോധ്യപ്പെടുത്തുകയും പിന്നീട് സമയമെടുത്ത് പോലീസ് പിന്നീട് എടുക്കുന്ന കേസാണ്. ആ സമയത്ത് കേസ് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ വളരെ കൃത്യമായി പോലീസ് വളരെ കൃത്യമായി പുറത്തിറങ്ങിയ റോളിനെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, പോലീസ് കേസ് എടുക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അന്തിമമായ വിധിയായിട്ട് എടുക്കേണ്ടതേ. നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ ഇപ്പം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ചെരുപ്പേറ് വിഷയം വന്ന സമയത്ത് ആ ചെരുപ്പേർ എന്താ വധശ്രമ കേസാണോ എന്ന് കോടതി ചോദിച്ചില്ലേ? അതെ, അതൊക്കെ കോടതി ഉണ്ടെന്നേ അവിടെ. പിന്നെ എന്തിനാ ടെൻഷൻ? അതെ, എല്ലാത്തിനും കോടതിയിൽ പോകാം. അതാണല്ലോ പറഞ്ഞിരുന്നത്. മാധ്യമ പ്രവർത്തകർ ജോലി എടുക്കണമെങ്കിൽ ഇങ്ങനെ ഓരോ സമയം കോടതിയിൽ പോയി പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാം. അല്ല, മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടോട്ടാലിറ്റി അത് കൊടുക്കേണ്ട കാര്യമില്ല. ഓരോ കേസിലും വിവേചനാടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഓരോ കേസിലും ഇന്ന കാര്യം നടന്നു എന്ന് പറയുകയാണെങ്കിൽ ആ നിലയിൽ പോലീസിന് കേസുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് സാധിക്കണം.
സാധിക്കണം, മാധ്യമ സ്ഥാപനങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്മൃതി പരുത്തിക്കാട് പറയുമ്പോഴും അഖില നന്ദകുമാറിന്റെ പേരേ പറയുന്നുള്ളൂ, എം വി നികേഷ് കുമാറിന്റെ പേര് പറയുന്നില്ല. ഞാൻ പറയട്ടെ. പറഞ്ഞാല് ഈ പിണറായി വിജയൻ സർക്കാർ എം വി നികേഷ് കുമാറിനെ കേസെടുത്തു എന്ന് പറയുമ്പോൾ അതിനൊരു രാഷ്ട്രീയ ചായ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് കേസെടുത്തോളൂ, ഞാൻ തുറന്ന ഒന്നാമത്തെ കാര്യം ഞാൻ വന്ന ശേഷമുള്ളല്ലോ, കുറച്ച് മുമ്പ് നടന്ന കേസ് ഞാൻ അറിഞ്ഞിട്ടില്ല. ദയവായിട്ട് അല്ല, അതാണ് പറയുന്നത്, നിങ്ങളുടെയൊക്കെ ഈ സെലക്റ്റീവ് ആയിട്ടുള്ള അങ്ങനെയൊന്നും പറയാം. വാർത്തയിൽ വരാക്കിയൊന്നുമില്ല. കേസ് തുടർച്ചയായി സംഭവിച്ച വിഷയത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കോടതിയിൽ പോയി ചീറ്റി പോവുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ. ഓക്കെ, ഇതിൽ എം വി നികേഷ് കുമാറിന് എതിരെ എടുത്തിരിക്കുന്ന കേസിന്റെ കാര്യങ്ങൾ, അതായത് 228A3 അതിലാണ് ഇപ്പോൾ കേസ് നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ അങ്ങേക്കെതിരെയുള്ള കുറ്റം എന്ന് പറയുന്നത് നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിലെ നിർണായകമായ നിയമ നടപടികൾ ചാനൽ ചർച്ചയിലൂടെ വെളിപ്പെടുത്തി, അതിനാണ് പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പല വിവരങ്ങളും ചാനലിലൂടെ വെളിപ്പെടുത്തി സമാന്തര കോടതിയായി പ്രവർത്തിച്ചു. ഇങ്ങനെ പറഞ്ഞാണ് പോലീസ് വിശദീകരണം നൽകുന്നത്. അതും പിണറായി വിജയന്റെ പോലീസ് തന്നെയല്ലേ? അങ്ങനെയുള്ള വിശദീകരണം തന്നെയാണ് തരുന്നത്. അതെ, ഞാൻ അങ്ങേ സപ്പോർട്ട് ചെയ്തതാണ്. സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഞാൻ അങ്ങേ എതിർത്തതല്ല. എതിരെ കേസ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു രാഷ്ട്രീയ ചായ്വ് കൊടുക്കാൻ കഴിയില്ലേ എന്നുള്ള ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിൽ അഖില നന്ദകുമാറിന്റെ പേര് മാത്രം പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്റെ കേസിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് തോന്നുകയാണ് ഇയാൾ ഈ നിലയിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്ന്. അതാണ് FIR. ആ FIR എനിക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? എനിക്ക് ഹൈക്കോടതിയിൽ പോയി FIR ക്വാഷ് ശ്രമിക്കാം, അല്ലെങ്കിൽ നിയമപരമായി ആ കേസിനെ നേരിടാം. ഈ രണ്ട് കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് എനിക്കെതിരെ ഒരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പിണറായി വിജയൻ സർക്കാർ അവിടെ നിന്ന് ആസൂത്രണം ചെയ്ത് പോലീസിനെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നല്ല. പക്ഷേ എവിടെയോ ആസൂത്രണം നടന്നിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അന്ന് വിജയ് സാക്കറെ അല്ലേ IG-യുടെ പേര്, വിജയ് സാക്കറെ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എടുപ്പിച്ച കേസ് തന്നെയാണ്. അതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു കസ്റ്റഡി മരണ കേസുണ്ട്. അവിടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വന്നിട്ടുള്ളത് രാമൻപിള്ളയാണ്. ആ രാമൻപിള്ളയും സാക്കറയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഈ കേസ് എടുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനത് കരഞ്ഞു കിടന്നിട്ട് എന്താ കാര്യന്നേ? ആ നിലയിൽ സാക്കറയ്ക്ക് തോന്നുകയാണെങ്കിൽ കേസെടുക്കട്ടെ പുല്ല്. ഇതിൽ അഖില നന്ദകുമാറിന്റെയോ അല്ലെങ്കിൽ ഈ ജന്മഭൂമിയുടെയോ ജനത്തിന്റെയോ റിപ്പോർട്ടർക്ക് എതിരെ ഈ അതിക്രമിച്ച് കയറി എന്ന് പറയാനേ കഴിയുള്ളൂ. അവരവിടെ അതിക്രമിച്ച് കയറിയിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങയുടെ കേസിൽ എന്താണ്, ഇൻ ക്യാമറ വിചാരണയിലിരിക്കുന്ന നടിയെ ആക്രമിച്ച കേസിലെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്നും പ്രചരിപ്പിക്കണമെന്നും എന്നുള്ള ഉദ്ദേശത്തോടെ ചർച്ച സംഘടിപ്പിച്ചു എന്നുള്ള ആ ചർച്ചയടക്കമാണ് കേസായിരിക്കുന്നത്. പിന്നെ സുജയ പാർവതിയുടെ FIR ഞാൻ അങ്ങോട്ട് വായിച്ചു തരട്ടെ? വായിച്ചോ. ഞാൻ ജാമ്യത്തിലിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എന്റെ കേസിനെ കുറിച്ച് പറയാത്തത്. അത് ജാമ്യ വ്യവസ്ഥ ഞാൻ ലംഘിക്കില്ല. ഞാൻ നിയമപരമായി തന്നെയാണ് ഞാൻ അതിനകത്ത് നിയമലംഘനം നടത്തിയിട്ടുണ്ട്. പടച്ച തമ്പുരാനെ, ഞാൻ ആ നിയമലംഘനം നടത്തിയെന്ന് കോടതിയിൽ പോയി സമ്മതിക്കും. കാരണം ആ വെളിപ്പെടുത്തലിലൂടെ കേരളത്തിലെ ഏറ്റവും പ്രമാദമായ കേസിൽ വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി എന്ന് മാത്രമല്ല, അക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമായി. അക്കാര്യത്തിൽ പുതിയ സാക്ഷികളെ കൊണ്ടുവരാൻ സാധിച്ചു. മുമ്പ് വന്നിട്ടുള്ള സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ നിലയിൽ തെളിവുണ്ടായി. അക്കാര്യത്തിൽ തൂക്കിലേറേണ്ടി വന്നാലും ഞാൻ ആ ശിക്ഷ ഏറ്റുവാങ്ങും. പോയി പണി നോക്ക്. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ആയിക്കോട്ടെ, അതിനകത്ത് മാധ്യമപ്രവർത്തകനൊന്നുമില്ല. ഇനി അഥവാ ഞാൻ മാധ്യമപ്രവർത്തകന്റെ റോൾ അങ്ങ് എടുത്തു വെക്കുന്നു, ഞാൻ നേരിട്ട് ഏറ്റുവാങ്ങിക്കോളാം അക്കാര്യത്തിൽ. ശരി, ഒരു പോലീസിനോടോ യെസ് എന്ന് 3, നോ എന്ന അത് ഇവിടെ ഞാനാണ്. Meet the editors.